രേണു എന്നും കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഉത്തരം പറയുന്നത്. അതാണ് രേണുവിന്റെ ഒരു പ്രത്യേകത. ആ ഷോ നിങ്ങളെ ഒരു തരത്തിൽ ബുദ്ധിമുട്ടിച്ചിട്ടില്ലല്ലോ? എനിക്കൊരു തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ചോദിക്കട്ടെ, നിങ്ങൾ എന്റെ ചോദ്യങ്ങൾക്ക് കഴിഞ്ഞ ഹോട്ട് സീറ്റിൽ എന്റെ ചോദ്യങ്ങൾക്കും ആ സീറ്റിലും നിങ്ങൾ നീതി പുലർത്തി, നിങ്ങൾ അത് ഓക്കെ ആയിരുന്നു, നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടാണോ ആ ഹോട്ട് സീറ്റിൽ ഇരുന്നിരുന്നത്? തീർച്ചയായിട്ടും ഓരോ ചോദ്യങ്ങൾക്കും ഞാൻ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആൻസർ പറയുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് രേണുസുതി പറഞ്ഞിരിക്കും. ആ ഷോയിൽ നിങ്ങൾ കംഫർട്ടബിൾ ആയിരുന്നു, 100% കംഫർട്ടബിൾ ആയിരുന്നു ഇല്ലയോ? ഇപ്പോൾ നിങ്ങൾ ലോകത്തോട് വിളിച്ച് നിങ്ങൾ വെല്ലുവിളിക്കുന്നു, ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ 100% കംഫർട്ടബിൾ ആയിരുന്നു. ഒരു നാടകം കഴിഞ്ഞ് അതുകൊണ്ടെങ്കിൽ ഭയങ്കര എൻഡിങ്ങിൽ എത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ അടുത്ത ഇൻ്റർവ്യൂവിലുണ്ടെങ്കിൽ ഇതേകണക്കത്തുള്ള പിന്നെയും മറ്റേ കാര്യം തന്നെ ചോദിച്ച ആൾക്കാരെ ഒന്നും കൂടി ഇത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയുണ്ട് ഈ പുതിയൊരു ഇൻ്റർവ്യൂ ആയിട്ട് ഇവർ വന്നിരിക്കുന്നത്. ഇതുണ്ടെങ്കിൽ കുറേ നാളായിട്ട് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വേറെ ഇൻ്റർവ്യൂ ആൾക്കാർ ഇതേ കണക്കുണ്ടെങ്കിൽ വേറൊരു അഭിനയമായിട്ട് വരും. അതിനകത്ത് കൊണ്ട് ഇതേ കണക്കത്തുള്ള ചോദ്യങ്ങൾ കാണും. അതും ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇതേ കണക്കാക്കിയതിന് ശേഷം അതും കഴിയും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ വേറൊരു ഇൻ്റർവ്യൂ എടുത്ത് നിങ്ങൾക്ക് ഇതേ കണക്ക് പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെയൊന്നും പറഞ്ഞ് ഇതേ കണക്കത്തുള്ള കാര്യം പിന്നെ ഞാൻ പറയും. ഇവർ തന്നെയാണ് പറഞ്ഞത് ഒരു നാടകം തന്നെയായിരുന്നു, പിന്നെ എന്തിനാണ് ഇവർ ഇതേ കണക്കത്തുള്ള വീഡിയോ എടുത്തിടുന്നതെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ആൾക്കാർ ഇതുണ്ടെങ്കിൽ ഒന്നും കൂടെ കാണാനും വ്യൂസിനൊക്കെ വേണ്ടിയാണ് ഇതേ കണക്കത്തുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നിനും അല്ല. അതല്ലാതെ ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ നാടകം തന്നെയായിരുന്നു, ഞങ്ങൾ പറഞ്ഞ് സെറ്റ് ചെയ്ത ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രശ്നവും ഒരു കാര്യങ്ങളും ഇല്ല അവിടെ വന്നിരിക്കുന്നതിന്. കാരണം എന്ന് പറഞ്ഞാൽ അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യം തന്നെയാണ്. അപ്പോഴത്തേക്ക് ബാക്കിയുള്ളവരുടെ അടുത്ത് ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരവിടെ കംഫർട്ടബിൾ ആയിരുന്നോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. അത് ഈ ആങ്കർ തന്നെയാണ് അപ്പോഴും പറഞ്ഞിരുന്നത് ഞങ്ങൾ ഇതേ കണക്ക് പ്ലാൻ ചെയ്തതാണ്. സോ പിന്നെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ആൾക്കാരൊന്നും ഇതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുമ്പോൾ പിന്നെ ഇതേ കണക്ക് ഒരു ഇൻ്റർവ്യൂ കൊണ്ട് വന്നാൽ മാത്രമേ ഉണ്ടെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി സംസാരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പറയുള്ളൂ. അങ്ങനെ കുറച്ചും കൂടെ റീച്ച് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഭയങ്കര മോശമുള്ളൊരു കാര്യമാണ്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടണും അമർത്തുക. എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ.